യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് വളരെ ഉപകാരപ്രദമാവുന്ന വളരെ നല്ലൊരു ആപ്പിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. YT Create എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. കാരണം യൂട്യൂബേഴ്സിന് ഒരുപാട് ടൂൾസ് അടങ്ങിയിട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആപ്പാണ് YT Create. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതെ, YT Create എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം YT Create, യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറയുന്ന ഈ ആപ്പ് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം നിർമ്മിച്ചതാണ്. കാരണം യൂട്യൂബിന് ആവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസുകളും അടങ്ങിയിട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റുന്ന വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു ആപ്പാണ് YT Create എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അതിലുള്ള മ്യൂസിക് കണ്ടന്റ്, ലൈസൻസിനായിട്ടുള്ള മ്യൂസിക് കണ്ടന്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിന്. കാരണം ഷോർട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് അതിലുള്ള മ്യൂസിക് കണ്ടന്റുകൾ നമുക്ക് ലൈസൻസിലാണ്. A to Z മ്യൂസിക്, ഒരുപാട് ആയിരക്കണക്കിന് മ്യൂസിക് കണ്ടന്റുകൾ ഇത് നമുക്ക് ലഭിക്കും. അത് നമുക്ക് ഷോർട്സിന് യൂസ് ചെയ്യാൻ പറ്റും, ലൈസൻസിനായിട്ടുള്ളത്. അതാണ് മെയിനായിട്ടുള്ള പ്രത്യേകത. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അതൊന്ന് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ എല്ലാവരും ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് YT Create എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാൻ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, വീഡിയോ കിട്ടും. YT Create എന്ന് പറയുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ്. ഒരുപാട് ടൂൾസുകൾ അടങ്ങിയിട്ടുള്ള മ്യൂസിക് കണ്ടന്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആപ്പാണ് YT Create. അപ്പോൾ അത് ആദ്യമായിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് YT Create എന്ന് അടിച്ചു കൊടുക്കുക. YT Create എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു സിമ്പിൾ വരിക, ഇതുപോലത്തെ ഒരു സാധനമാണ് ഇവിടെ വരിക. അപ്പോൾ ശ്രദ്ധിക്കുക, YT Create. ഓക്കെ, ഞാനിപ്പോൾ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് പോവുകയാണ്. നിങ്ങൾക്കത് സൈനപ്പ് ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അത് ഡൗൺലോഡ് ആക്കിയിട്ട് ഇൻസ്റ്റാൾ ആക്കിയിട്ട് അതിനുശേഷം ഫോൺ നമ്പർ ഇതൊക്കെ ഗൂഗിൾ അക്കൗണ്ടൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് ID അതൊക്കെ വെച്ചിട്ട് നമുക്കത് സൈനപ്പ് ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. നമുക്കതിൽ ടൂൾസ് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ ക്ലിക്ക് ചെയ്തു. ഇത് നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. ഓൾറെഡി നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് എടുത്തിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാനാണ് ഈ ഓപ്ഷൻ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോസ് എടുത്തു. ഫോട്ടോസിൽ ഞാൻ 2-3 ഫോട്ടോസ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. 1, 2, 3. അത് ഇമ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എവിടെയുണ്ട്, അതിൽ ഇമ്പോർട്ട് കൊടുത്തു. അത് ഇമ്പോർട്ടിങ് ആയി പിടിക്കുകയാണ്. ഇപ്പോൾ 3 ഫോട്ടോസ് ഇവിടെ ഇമ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, 3 ഫോട്ടോസ്. ഇവിടെ നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്. ഓവർലേ, ടെക്സ്റ്റ്, സ്റ്റിക്കർ, സൗണ്ട് എന്ന് പറഞ്ഞ എല്ലാ ടൂൾസും നമുക്കിവിടെ ലഭ്യമാണ്. സൗണ്ട്, ഓക്കെ, സൗണ്ടിൽ ഒരുപാട് മ്യൂസിക്കുകൾ നമുക്കിവിടെ ലഭ്യമാണ്. A to Z മ്യൂസിക്കുകൾ, ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഒരുപാട് മ്യൂസിക്കുകൾ, ലൈസൻസ്ഡ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ നമുക്കിവിടെ ലഭ്യമാണ്. സൗണ്ട് എഫക്റ്റുകൾ ലഭ്യമാണ്. നമ്മുടെ മ്യൂസിക് ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ സെറ്റപ്പ് ആക്കാൻ പറ്റും. ഒരുപാട് നല്ല കണ്ടൻറ്റുകൾ ഇവിടെ ലഭ്യമാണ് സുഹൃത്തുക്കളെ. പിന്നെ വരുന്ന ഇവിടെ ടെക്സ്റ്റ്, നമുക്ക് ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും നമുക്ക് റീഡ് ചെയ്യാം. പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റ് എഫക്റ്റ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് എഫക്റ്റുകൾ, ഒരുപാട് ടെക്സ്റ്റ് എഫക്റ്റുകൾ നമുക്ക് ലഭ്യമാണ്. ശ്രദ്ധിക്കുക, പെർഫെക്റ്റ് ആണ്. ഇത്രയും പെർഫെക്റ്റ് ആപ്പാണ്. സ്റ്റിക്കേഴ്സ് നമുക്കിവിടെ ഉണ്ട്. A to Z സ്റ്റിക്കേഴ്സ് നമുക്കിവിടെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, വളരെ പെർഫെക്റ്റാണ്. വോയിസ് ഓവർ വേണമെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാം. ക്യാപ്ഷൻ വേണമെങ്കിൽ ക്യാപ്ഷനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. എന്ത് വേണമെങ്കിലും നമുക്കിവിടെ സെറ്റപ്പ് ആക്കാനുള്ള വളരെ പെർഫെക്റ്റ് ആപ്പാണ് സുഹൃത്തുക്കളെ. നമുക്കിതൊക്കെ കൊടുത്തിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക, എക്സ്പോർട്ട് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സ്പോർട്ട് ആകും. അതായത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പാണ് YT Create എന്ന് പറയുന്ന ആപ്പ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. പിന്നെ വീഡിയോ ഉപകാരപ്രദമാണ് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കാരണം സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാകും. അവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് നല്ല ക്രിപ്റ്റോ സംബന്ധമായിട്ട്, ഇൻഫോർമേഷൻ സംബന്ധമായിട്ടുള്ള മറ്റ് വീഡിയോസുകളായിട്ട് വരുന്നവരെയും ബൈ.